Assalamualaikum. Welcome to our channel. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ പറാത്ത കൂട്ടത്തിൽപ്പെട്ട ഒരു ഗാജർ പറാത്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ഓളും ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. നെയ്യ്, വലിയ ഉള്ളി, ഇഞ്ചി, പിന്നെ ഗോതമ്പ് പൊടി, മൈദപ്പൊടി, ഗരം മസാല, മുളക് പൊടി, ഉപ്പ്, പിന്നെ നമ്മുടെ പെരുംജീരകം പൊടിച്ചതാണ്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ക്യാരറ്റ് ചിരകിയത്. ആദ്യം നമ്മൾ തയ്യാറാക്കുന്നത് മാവാണ്. അതിനായി ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇതിന് നടുവിലായി നമുക്ക് മൈദപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിനെ മാവ് രൂപത്തിലാക്കി എടുക്കണം. ഈ രൂപത്തിലാക്കി കഴിഞ്ഞു. നമ്മുടെ മാവ് അവിടെ റെഡിയായി. ഇനി ഒരു പാത്രത്തിലേക്ക് ക്യാരറ്റ് ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇഞ്ചി പേസ്റ്റും ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ജീരകപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ ക്യാരറ്റിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമ്മുടെ മാവ് പരത്തിയെടുക്കാം. നമ്മൾ ഗോതമ്പ് പൊടി 600 ഗ്രാമും മൈദപ്പൊടി 400 ഗ്രാമുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനുള്ളിലേക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതേപോലെ അടച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് പരത്താം. ഇത് അധികം അമർത്തി പരത്തരുത്, മെല്ലെ പരത്തിയാൽ മതി. ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കാം. നമ്മൾ പരത്തി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ചുടാം. ആദ്യം നെയ്യ് നമ്മുടെ പാനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ പറാത്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം.
ഇനി നമ്മുടെ നെയ്യ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നീക്കി കൊടുക്കാം. ഇനി നമ്മുടെ പറാത്തയുടെ മേലെ നെയ്യ് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ഈ ഭാഗം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ പറാത്ത നമുക്ക് വേഗം തയ്യാറാക്കി എടുക്കാം. നമ്മുടെ അടുത്ത ഭാഗം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ നെയ്യ് പറാത്തയിലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ പറാത്ത ഇവിടെ റെഡിയായി. ഇനി ഇതുപോലെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഗാജർ പറാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ട് സൈഡും നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇതിന് കൂടെ നമ്മൾ മയോണൈസ് ആണ് എടുക്കുന്നത്. നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ.